ഞാൻ എപ്പോഴും ഫ്രണ്ട്ഷിപ്സിന്റെ കാര്യത്തിൽ ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആണ്. ജീവിതത്തിലെ ഒട്ടുമിക്ക സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും കണ്ണീരോടെ ഇറങ്ങിപ്പോകാനുള്ള വിധിയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പക്ഷെ എന്നാലും നമുക്കുള്ള ആള് നമുക്ക് വന്നു ചേരും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴും പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാനും സുഹൃത്ത് ബന്ധങ്ങൾ സൃഷ്ടിക്കാനും ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ദേവിയും കാർത്തികയും ഒക്കെ കിട്ടിയത്. ഞാൻ അവരെ പറ്റി മുൻപുള്ള റീലുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് അങ്ങനെ ഒരു യാത്രയായിരുന്നു. കസ്റ്റമറായിട്ട് കണ്ട് പരിചയപ്പെട്ട ഒരാളെ കൂട്ടുകാരിയാക്കാനായിട്ട് ഉള്ള ശ്രമം. ഞങ്ങൾ രണ്ടുപേരും വൈബ് ചെയ്യുമെന്ന് തോന്നിയതുകൊണ്ട് ഒരു ലഞ്ച് ഡേറ്റിന് പോവാമെന്ന് തീരുമാനിച്ചു. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ, ഒരുമിച്ചൊരു യാത്ര പോകുമ്പോഴൊക്കെയാണല്ലോ യഥാർത്ഥത്തിൽ മറ്റേ ആൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് അറിയാൻ പറ്റുക. ഈ പ്രായത്തിലും ഒരാളങ്ങനെ ഒരു ലഞ്ച് ഡേറ്റിന് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തുറന്ന മനസ്സോടുകൂടി പോകാൻ പറ്റുന്നത് എനിക്ക് ഹ്യൂമാനിറ്റിയിൽ ഇപ്പോഴും വിശ്വാസമുള്ളത് കൊണ്ടാണെന്നാണ് എൻ്റെ ധാരണ. എന്തായാലും മീറ്റ് ചെയ്ത ആള് നല്ല കുട്ടിയായിരുന്നു കേട്ടോ. കുറേ നേരം മനസ്സ് തുറന്ന് സംസാരിക്കാനൊക്കെ പറ്റി. പിന്നെ അഡൾട്ട്ഹുഡിലെ വിമൻ ഫ്രണ്ട്ഷിപ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹിറ്റ്സ് ഡിഫറെൻ്റ്ലി. വളരെ റെയറായിട്ടായിരിക്കും ഈ പ്രായത്തിൽ നമുക്ക് പുതിയ കൂട്ടുകെട്ടുകൾ കിട്ടുക. പക്ഷേ ചിലപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഈ ഏജിലുള്ള ഫ്രണ്ട്ഷിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും തിരിച്ചവരുടെ ഒന്നും പ്രതീക്ഷിക്കില്ല. കഴിയുന്ന കാലത്തോളം ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിരിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുള്ളൂ. ചിലത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിപരീതമായിട്ട് അങ്ങനെ ഒരു ഒഴുക്കിന് വന്ന് ഒരു ഒഴുക്കിനങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് അഡൽട്ട്ഹുഡിൽ നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ വളരെ പ്രഷ്യസ് ആയിട്ട് മാറിയിട്ടുണ്ടോ?